ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി 3 ലെയർ മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എനിക്കിപ്പോൾ ഇവിടെ ഒരു വലിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എൻ്റെ കയ്യിലൊന്നും ഒതുങ്ങുന്നില്ല, അത്രയും വലുതാണ് മാങ്ങ. അത് മാത്രമല്ല ഭയങ്കര ഫ്ലഷി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ ആണ് ഇത്. അപ്പോൾ ഈ മാംഗോ ഏത് ഐറ്റത്തിൽ പെടുന്നതാണെന്ന് മനസ്സിലായിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത്രയും വലിയ മാംഗോ ആയതുകൊണ്ട് തന്നെ ഞാൻ നമ്മുടെ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഇതിൻ്റെ പകുതി പോർഷനേ യൂസ് ചെയ്യുന്നുള്ളൂ. ഗ്ലാസ്സുകളിലാണ് നമ്മൾ ഈ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു 4 ഗ്ലാസ്സിലേക്കുള്ള പുഡിംഗ് സെറ്റ് ചെയ്യാനായിട്ട് ഇതാ ഇത്രയും മതി. നിങ്ങളിപ്പോൾ ഒരു മീഡിയം സൈസ് മാംഗോ മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ 4 ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളിവിടെ നമ്മുടെ മാംഗോ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ നമുക്ക് നല്ല സ്മൂത്ത് മാംഗോ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ആവശ്യമായ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് കൂടി ഒന്ന് കാണിക്കാം. 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, അതായത് 250 ml പാല്. പിന്നെ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. പിന്നെ 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പും. ഈ 5 ഇൻഗ്രീഡിയൻസ് മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 3 ലെയർ പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അല്ലാണ്ട് വേറെ കളറോ എസൻസോ ചൈനാഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഇതിന് ആവശ്യമില്ല. എല്ലാവർക്കും പെട്ടെന്ന് അവൈലബിൾ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. പ്രിപ്പറേഷനും വളരെ സിമ്പിളാണ് കേട്ടോ. വെറും 10 മിനിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗസ്റ്റിനെയൊക്കെ ഞെട്ടിക്കാൻ പാകത്തിന് ഒരു 3 ലെയർ പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം ഞാനിവിടെ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് പാലൊഴിച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന പഞ്ചസാര ആഡ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ മാംഗോ പൾപ്പാക്കി എടുക്കുമ്പോൾ ചേർത്ത് കൊടുത്ത 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ പുറമെയാണ് ഇത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന മാംഗോയുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര കൂടുതലോ കുറവോ ഒക്കെ ആവശ്യമായി വന്നേക്കാം. അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ്ഡ് മിൽക്ക് നിർബന്ധമില്ല, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ പഞ്ചസാര തന്നെ കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഞാൻ കുറച്ച് പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കട്ടയില്ലാതാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് സിമ്മാക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ മിക്സ് ഒന്ന് നന്നായിട്ട് കുറുകി കിട്ടുന്നത് വരെ കൈവിടാതെ ഒന്ന് കുറച്ച് നേരം ഇളക്കിക്കൊണ്ടേയിരിക്കണം. കട്ട കെട്ടാതിരിക്കാനും പാത്രത്തിൻ്റെ അടിക്ക് പിടിക്കാതിരിക്കാനും നന്നായി ശ്രദ്ധിച്ച് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്കിതെടുത്ത് മാറ്റിയേക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ മിക്സ് തണുത്തപ്പോൾ കുറച്ചുകൂടി തിക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പകുതി ഭാഗം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ പൾപ്പിൽ നിന്ന് 2-3 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നമുക്കൊരു ലൈറ്റ് യെല്ലോ കളർ മിക്സ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ മൊത്തം 3 കളർ മിക്സ് കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഈ ലൈറ്റ് യെല്ലോ കളറിലുള്ള മിക്സ്, പിന്നെ മാംഗോ പൾപ്പിൻ്റെ ഡാർക്ക് യെല്ലോ കളറിലുള്ളത്, പിന്നെ നേരത്തെ തയ്യാറാക്കി വെച്ച വൈറ്റ് മിക്സും. അപ്പോൾ ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാൻ നോക്കിയാലോ. ഞാനിതാ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഇതുപോലെ ചെറിയ 4 ഗ്ലാസ്സുകളാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ വൈറ്റ് ലെയർ നമുക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഗ്ലാസിൻ്റെയും 1/3 ഭാഗം വരെ നമുക്ക് ഈ വൈറ്റ് മിക്സ് ഇട്ട് കൊടുക്കാം. 4 ഗ്ലാസ്സിലും വൈറ്റ് മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം സ്പൂൺ വെച്ച് തന്നെ ഒന്ന് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ലൈറ്റ് യെല്ലോ കളർ മിക്സ് നമുക്ക് ഗ്ലാസ്സുകളിലേക്ക് സെക്കൻഡ് ലെയർ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ എല്ലാ ഗ്ലാസ്സിലും സെക്കൻഡ് ലെയറും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് തേർഡ് ലെയർ ആയിട്ട് നമ്മുടെ മാംഗോ പൾപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതോടെ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗ്ലാസ് ഫില്ലാവും കേട്ടോ. എൻ്റെ കയ്യിൽ വൈറ്റ് ക്രീം മിക്സ് കുറച്ച് ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ലാസ്റ്റ് അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെറുതെ അത് വേസ്റ്റ് ചെയ്യും വേണ്ട, പിന്നെ എന്തെങ്കിലും ഒരു മുകളിലൊരു ഡിസൈനും ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഈസി 3 ലെയർ പുഡിംഗ് ഇവിടെ റെഡിയാണ്. ഇനി ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് നമുക്കിത് സെർവ് ചെയ്യാം.
ഇതിലാകെ നമ്മൾ ആ ഫസ്റ്റ് ചെയ്ത വൈറ്റ് ക്രീം മിക്സ് മാത്രമേ ഒന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടതുള്ളൂ. പിന്നെ 5 മിനിറ്റ് പോലും തികച്ച് വേണ്ട ഇത് സെറ്റ് ചെയ്യാനായിട്ട്. സാധാരണ മാംഗോ പുഡിങ് ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ 3 ലെയറൊക്കെ ആയിട്ട് 3 കളേഴ്സിലൊക്കെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഒന്ന് വെറൈറ്റി ആയിട്ട് തോന്നുകയും ചെയ്യും. നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിനായിട്ട് സബ്സ്ക്രൈബ് ടു ക്രഞ്ച് ആൻഡ് ക്രാഫ്റ്റ് പോയിന്റ്.